നമസ്കാരം. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ കർണാടക സർക്കാർ അവസാനിപ്പിച്ച സാഹചര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒരു 2-3 ദിവസം മുന്നേ മാപ്രകളുടെ കോലുകൾക്ക് മുന്നിൽ അടിച്ച ഒരു പഞ്ച് ഡയലോഗ് ഉണ്ട്. മാപ്രകൾ അത് മറന്നുപോയി കാണും, അല്ലെങ്കിൽ മനഃപൂർവ്വം അത് ഓർത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലായിരിക്കും. പക്ഷേ നമ്മൾ ഓർത്തെടുക്കും. കർണാടക സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം അടിച്ചൊരു ഡയലോഗാണ്. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ കരുതി കൂട്ടി വച്ചിരുന്നു എന്ന്. എങ്ങനെ? ഞാൻ അർജുൻ്റെ ഇതുകൂടി കണ്ടെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു, പറയാതെ വിടാൻ പറ്റില്ല. ഇതെല്ലാം ഈ കേരളത്തിൽ സംഭവിച്ചതാണ്. നിരവധി ആളുകളാണ് കേരളത്തിൽ തിരിച്ചു കിട്ടാനുള്ളത്, അതൊക്കെ മറന്നുപോയി. ഇങ്ങനെ 2 ദിവസത്തിനകത്ത്, അതായത് 11ാമത്തെ ദിവസം അവിടെ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള വലിയ തെരച്ചിൽ ഊർജിതമാക്കി ലോറി കണ്ടെത്തി എന്നൊക്കെ തലേ ദിവസം പറയുകയാണ്. ലോറിയുടെ സ്പോട്ട് കണ്ടെത്തി, അത് ആ വടം കണ്ടെത്തിയത് ലോറിയുടെ മുകളിലാണെന്നൊക്കെ അറിഞ്ഞ ഉടനെ സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞതാണ്. ഇപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല, അങ്ങനെ പറയാതെ വിടാൻ പറ്റത്തില്ല എന്ന രീതിയിൽ പഞ്ച് ഡയലോഗ് അടിച്ച എന്താണ് ആ കാര്യം? ഇപ്പോ ബോഡി കിട്ടാതെ ആ തെരച്ചിൽ പൊടുന്നനെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സതീശൻ ആ പഞ്ച് ഡയലോഗ് ഒന്ന് കീച്ച് കാണിച്ചേ, നാട്ടുകാർ കേൾക്കട്ടെ. പറയാതെ ഓങ്ങി വെച്ചിരിക്കുന്നതാണല്ലോ, 2 ദിവസത്തേക്ക് അങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ പറയാതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം സമൂഹത്തിന്റെ മുന്നിൽ പറയും. വെള്ളപൂശലാണ് ഉദ്ദേശിച്ചിരുന്നത്. കാര്യം അനാസ്ഥയുടെ പര്യായമായിട്ടുള്ള ഒരു സർക്കാർ സംവിധാനത്തെ നമ്മൾ കണ്ടു. 6 ദിവസം വരെ ഒരു ജീവൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്കോള പോലീസ് സ്റ്റേഷനിൽ വീട്ടുകാർ നിരന്തരം ബന്ധപ്പെടുകയും ആളുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ 2 JCB ആയിട്ട് വന്ന് അവർ ഒരു ലോറിയിൽ കുറച്ച് ചെളി കോരി ഈ ദേശീയപാതയിലെ ചെളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതല്ലാതെ ഒന്നും ചെയ്തില്ല. മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ സമ്മർദ്ദം ചെലുത്തി. അവിടെ ഈ സുരക്ഷ ഉണർന്നു വന്നത് 8ാം ദിവസം. ഉണർന്നു വന്ന് 4-5 ദിവസം കൊണ്ട് രക്ഷാപ്രവർത്തനവും അല്ലെങ്കിൽ ഇത് പരിശോധനയെല്ലാം അവസാനിപ്പിച്ച് പൊടിയും തട്ടി പോയിട്ട് അവർ പറഞ്ഞൊരു വാചകമുണ്ട്. കർണാടകയിൽ നടന്ന ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മനുഷ്യൻ പലതരത്തിലും അപകടത്തിൽപ്പെട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെയൊന്നും നോക്കാറില്ല, ഞങ്ങൾ നോക്കി ഇപ്പൊ തന്നെ തളർന്നു, ഇനിയിപ്പോ നോക്കേണ്ട കാര്യമില്ല. ഒരു ലോറി ഉൾപ്പെടെ ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ കാണാതായെങ്കിൽ 10-14 ദിവസം നമുക്ക് മനസ്സിലാക്കാം. ഒരു ലോറി പോലും കാണാതായി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ വെച്ചിട്ട് ഇത്രയും വലിയ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞെന്ന് ആ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടാണ് അന്ന് വെള്ളപൂശിക്കൊണ്ട് കവളപ്പാറയുടെ കാര്യം പറഞ്ഞതിന് ശേഷമാണ് സതീശന്റെ ഈ പഞ്ച് ഡയലോഗ് പുറത്തു വന്നത്. കവളപ്പാറ എത്ര പേരെ കാണാതായി? സതീശന്റെ ഡയലോഗാണ്. കാര്യം ഇത്രയും വലിയ ഒരു മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടാകുന്നു, ആ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് വലിയ വാഹനങ്ങൾ കാണാതായ സംഭവമാണ്. അതൊരു പുഴയിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റാത്ത സംവിധാനമാണെന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ സ്വന്തം നിലയ്ക്ക് അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആർമിയെ വിളിച്ചു, നേവിയെ വിളിച്ചു. എല്ലാവരും വന്നതിന് ശേഷവും അവർ ഈ തെരച്ചിൽ നടത്തുന്നു. ഈ വാർത്തകൾ ഇങ്ങനെ അതിപ്രസരത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അതിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ചെയ്ത രീതിയിലുണ്ട്. ആ വീട്ടുകാരുടെ മുഖത്ത് നോക്കാനോ ആ വീട്ടിൽ പോകാനോ സതീശന് ആർജവമുണ്ടോ? എല്ലാ വീടുകളിലും പോകുന്ന കാണാമല്ലോ. സർക്കാരിനെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും അവസരം കിട്ടിയാൽ. ഇത്രയും ദിവസമായിട്ട് എന്താ അർജുന്റെ വീട്ടിലേക്കൊന്ന് പോവാത്തെ? സാധാരണ രീതിയിൽ ഇപ്പൊ നെയ്യാറ്റിൻകര ഏതോ വീട്ടിൽ പോകുന്ന കണ്ടു. ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രദേശത്ത് പോയി ഒരു വലിയ ഫോട്ടോഷൂട്ട് അങ്ങ് നടത്തുമായിരുന്നല്ലോ. ഇപ്പൊ ഫോട്ടോഷൂട്ട് നടത്തണ്ടേ? ആ പഞ്ച് ഡയലോഗ് ആ വീട്ടിന്റെ ഫ്രണ്ടിൽ ചെന്ന് പറഞ്ഞേ കേൾക്കട്ടെ. പറയാതെ വിടാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. കേരളത്തിന് അതൊന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതായത് 2 ദിവസം അർജുന്റെ ബോഡി ഒന്ന് കിട്ടിക്കോട്ടെ, അതിന് ഞാൻ കാത്തിരിക്കുകയാണ്. ഇപ്പൊ ബോഡി ഇല്ല, ലോറി ഇല്ല, ആളും ഇല്ല, അർജുൻ എവിടെ എന്ന ചോദ്യം മാത്രം. അതിന് എന്താണാവോ സതീശന്റെ മറുപടി? സതീശന് അതിനെ സംബന്ധിച്ച് ഈ കേരള സമൂഹത്തോട് വിശദീകരിക്കാൻ ഉത്തരവാദിത്തമുണ്ട്. ഇങ്ങനെ പഞ്ച് ഡയലോഗ് അടിച്ചിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു എന്നൊന്നും വിചാരിക്കേണ്ട. അത് ഓർമ്മിപ്പിക്കും. ഈ സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ച് രക്ഷപ്പെടാനും അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനൊക്കെ അഗ്രഗണ്യന്മാരാണെന്ന് അറിയിക്കേണ്ടതുണ്ടല്ലോ. കർണാടക സർക്കാരിന്റെ കൊടും വീഴ്ച, ഇത്രമാത്രം മനുഷ്യജീവനോട് അലംഭാവം കാട്ടുന്ന, അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവർ പോയി, അതൊന്നും നമ്മുടെ ബാധ്യതയല്ല. അധികാരം കിട്ടി, നമ്മുടെ കാര്യം നോക്കുക. അല്ലെങ്കിൽ അവിടെ മണ്ണിടിച്ചെങ്കിൽ അവിടെ സമയം എടുത്തല്ലേ 1 മാസം എടുത്തൊക്കെ അങ്ങ് നീക്കും. അല്ലാതെ ആള് പോയെങ്കിൽ പോയി, അതൊന്നും നോക്കാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഒരു മലയാളി ആയതുകൊണ്ട് ഇത്രയെങ്കിലും നടന്നു. രഞ്ജിത്ത് ഇസ്രയേലി എന്ന മലയാളിയായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തകന്റെ ഭാഗത്ത് ഒരു ചെറിയ വീഴ്ച വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ തോളി പിടിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളെയും റദ്ദാക്കുന്ന ഒരു 5 ഡയലോഗ് ഞാൻ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ കീച്ചിട്ട് എന്റെ ഭാഗവും ഞാനും എന്റെ DK ഒക്കെ അടിപൊളിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. ഇതാണ് പൊള്ളയായിട്ടുള്ള നേതാക്കന്മാരെന്ന് പറയുന്നത്. അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പഞ്ച് ഡയലോഗ് അനാവശ്യമായിട്ട് അടിക്കും. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ലോറി ഇതാ കണ്ടെത്തി എന്ന മാധ്യമങ്ങൾ, അദ്ദേഹത്തിന്റെ സ്വന്തം ആൾക്കാർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തു. ഒരു 10,000 തവണ ലോറി ഇതാ കണ്ടെത്തി, ലോറിയുടെ കയർ, ലോറിയുടെ തടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ റീച്ച് കൂട്ടാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുക. അത് കണ്ടിട്ട് സതീശൻ അതിലൊത്ത് തുള്ളിയതിനു ശേഷമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ പഞ്ച് ഡയലോഗ് അടിച്ചത്. എന്നിട്ടിപ്പോ എന്തായി? എന്നിട്ടിപ്പോ ആ വിഷയം വിട്ടിട്ട് പരസ്പരം തമ്മിലടി, കൂടോത്രം, സൂപ്പർ KPCC പ്രസിഡന്റ് കളിച്ചു കിടക്കുന്ന വിഷയത്തിൽ വിവാദത്തിൽപ്പെട്ടപ്പോ
പാർട്ടിയുമായിട്ട് അദ്ദേഹം കലഹിച്ച് നടക്കുന്ന രീതിയിൽ നടക്കുകയാണ്. അപ്പൊ ഇതൊന്നും പറയണ്ടല്ലോ. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് മാധ്യമങ്ങളുടെ കോല് തിന്നാൻ വരുന്നില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും കോല് തിന്നാതെ അദ്ദേഹത്തിന് ഉറക്കം വരാത്തൊരു അവസ്ഥ ഉണ്ടാകും. രാവിലെ വന്ന് ഇതിന്റെ മുന്നിൽ 2 കടിയും കടിച്ചിട്ട് പോയില്ലെങ്കിൽ അദ്ദേഹത്തിന് അന്നത്തെ ദിവസം ഉറക്കം വരില്ല. കാര്യം സർക്കാരിനെ പുലഭ്യം പറയുകയാണല്ലോ. ഇപ്പോ എല്ലാം തനിക്കെതിരെ അയക്കുകയാണ്. പാർട്ടിക്കകത്ത് താൻ വേറെ സൂപ്പർ ഹീറോ കളിക്കാൻ ശ്രമിച്ചത് പാർട്ടിക്കാരെല്ലാം കൂടി മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തോടുകൂടി അദ്ദേഹത്തിന്റെ ഗ്യാസ് അഴിച്ചു വിട്ട അവസ്ഥയാണ്. ഇപ്പോ മുങ്ങി നടക്കുകയാണ്. ഇതാണ് സതീശൻ. അതായത് ഒരു നേതാവാകാനുള്ള ഒരു ക്വാളിറ്റി ഇല്ല. ഡയലോഗ് അടി വീരൻ, ഡയലോഗ് അടിക്കാൻ കൊണ്ടാക്കി കൊടുത്ത ഡയലോഗ് അടിച്ച് അതിന് നിൽക്കും. കാര്യം നമ്മുടെ നാട്ടിൽ ഈ ഡയലോഗ് അടി വീരന്മാർക്ക് വളരെ പെട്ടെന്ന് ഒരു സ്വീകാര്യത കിട്ടും. ഇപ്പൊ കണ്ടില്ലേ, തൃശ്ശൂർ എന്നൊരു ഡയലോഗ് അടി വീരൻ, യാതൊരു ഗുണവും ഇല്ല. ഡയലോഗ് കാച്ചാൻ പറഞ്ഞാൽ ഡയലോഗ് അടിച്ചുകൊണ്ട് നടക്കും, തേരാപ്പാര. അതായത് ഒരു ഗുണവും ഇല്ല എന്ന് പ്രവൃത്തി കാണുന്നവർക്ക് തന്നെ ബോധ്യപ്പെടും. മാനസികമായിട്ട് ഒരു ഉറച്ച ചിന്താഗതി ഇല്ലാത്തവരാണെന്ന് ബോധ്യപ്പെടും. എന്നിട്ട് അവർക്ക് വല്ലാത്ത പിന്തുണ കൊടുക്കും. ഇതാണെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് നടക്കും. ഈ ചൊറിഞ്ഞു ചൊറിഞ്ഞ് നടക്കുന്നതും ആൾക്കാരെ എല്ലാം ചൊറിയാണ് ജോലി, അല്ലാതെ കാര്യങ്ങളൊന്നും നടക്കാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്. ആമയിഴഞ്ചാൻ തോടിലെ വിഷയം വന്നപ്പോ കോർപ്പറേഷനെ എല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് ഗുരുതര വീഴ്ച. ഇപ്പൊ മിണ്ടാട്ടോ ഇല്ല, അനക്കോ ഇല്ല. രക്ഷാപ്രവർത്തനം നിർത്തിയതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ ചോദ്യം വരുമെന്ന് കരുതിക്കൊണ്ട് ഒളിച്ചു നടക്കുന്നു. ഇതൊക്കെയാണ് സതീശൻ എന്നൊന്ന് മനസ്സിലാക്കുക. ഉഡായിപ്പിന് കൈയും കാലും വെച്ചവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്നും അതിന് സമാനമാണ് ഇന്ത്യയിലാകെയുള്ള നേതൃത്വം എന്ന് സംശയിപ്പിക്കുന്നതാണ് ഈ കർണാടകയിൽ നിന്ന് ഈ പുറത്തു വരുന്ന സംഭവ വികാസങ്ങൾ എന്ന് ഉറപ്പിച്ചു പറയാം.